ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്ന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ കലാപ്രകടനമുണ്ട്. മുത്തുക്കുടകളും കൈകൊട്ടിക്കളികളും മറ്റ് കലാരൂപങ്ങൾ, അങ്ങനെ ദിവസങ്ങൾ നീണ്ട ആ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ, മെയിൻ സ്റ്റേഡിയത്തിൽ പ്രധാന വേദിയിൽ MT നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്വർണ്ണക്കപ്പ് ഇവിടെ എത്തുന്നു. ഷീന, ഈ സ്വർണ്ണക്കപ്പ് ഇപ്പൊ ദിവസങ്ങൾ നീണ്ട പ്രയാണമായിരുന്നു അല്ലെ? അങ്ങനെ ജില്ലകളിലുടനീളം സഞ്ചരിച്ച അവസാന സ്വർണ്ണക്കപ്പ് ഇതാ ഇവിടെ എത്തിച്ചേർന്നേക്കാണ്. നമ്മുടെ ഈ കണ്ണൂർ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ കപ്പൊന്നും അല്ല, ചെറിയ കപ്പല്ല. അതാ ഞാൻ പറയാം, ഏകദേശം ഒരു 117 കിലോ. അതെ, 117 പവൻ, 117 പവനോളം വരുന്ന സ്വർണ്ണക്കപ്പാണ് ഇവിടെ എത്തിച്ചേർന്നുള്ളത്. ഇപ്പൊ എല്ലാവരും ജില്ലയിലെ എല്ലാ സ്കൂളിലും ഓരോ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളും അങ്ങേയറ്റം മത്സരിക്കുകയാണ് എന്തിനായി ഈ സ്വർണ്ണക്കപ്പ് ഇനി അവരിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ വളരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ തിരുവനന്തപുരം എന്ന് പറയട്ടെ, അങ്ങനെ മാറിവിട്ട് തിരുവനന്തപുരത്തെ പിള്ളേര് അങ്ങേയറ്റം മത്സരത്തിലാണ്. അതായത് അവരുടെ ഏറ്റവും ശക്തിയേറിയ ഒരു ടീം, അഭിമാന പോരാട്ടമാണല്ലോ. അതെ, അവരുടെ നാട്ടിൽ വന്ന കപ്പിനെ അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ എത്തിക്കണമല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലും കൂടെയാണ്. അപ്പം കപ്പ് എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ കപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും. 4-5 ദിവസത്തോളം ഇവിടെ ഈ കലാമാമാങ്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവരിങ്ങനെ ചന്തു കൂടെ ഉണ്ട്. ചന്തു ഈ കപ്പിനൊപ്പം നടന്നാണ് ഇതുവരെ ക്ഷീണിച്ചെത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? കാസർഗോഡ് നിന്നും ആരംഭിച്ച ഈ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തിരുവനന്തപുരം ജില്ലയിൽ വളരെ ആഘോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. കാരണം ആദ്യഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തുടങ്ങുമ്പോൾ ഔദ്യോഗിക ദുഃഖാചരണമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടികൾ അവിടെ കാസർഗോഡ് ജില്ലയിലൊന്നും നമ്മൾ കണ്ടതില്ല. എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ആഘോഷങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും അത് വലിയ തരത്തിലുള്ള ഒരു ഗംഭീര സ്വീകരണമായിരുന്നു. ഈ ജില്ലാ അതിർത്തിയിൽ തന്നെ വലിയ തരത്തിലുള്ള സ്വീകരണം സംഘടിപ്പിക്കുന്നു. അതിനുശേഷം പല വേദികളിൽ പല സ്ഥലങ്ങളിലായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു. ശേഷം നഗര അതിർത്തിയിലും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ PMG ജംഗ്ഷനിൽ, നഗര അതിർത്തിയിൽ PMG ജംഗ്ഷനിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം സ്വർണ്ണക്കപ്പ് ഇപ്പോൾ പ്രധാന വേദിയായ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ആവേശം, ആഹ്ലാദമൊക്കെ ഇപ്പോൾ ഈ പ്രയാണത്തിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചു. കലോത്സവം പറയുമ്പോൾ ചന്ദൂർ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഓർമ്മയോ, സ്കൂൾ കാലഘട്ടോ അല്ലെങ്കിൽ മുൻ കലോത്സവ റിപ്പോർട്ടിങ്ങോ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? 2016 തിരുവനന്തപുരത്ത് കലോത്സവം നടന്ന സമയത്ത് ഇവിടെ ജീവൻ TV യിലുണ്ടായിരുന്നു. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ഇവിടെ പ്രധാന വേദി, ഞാൻ 2016 റിപ്പോർട്ട് ചെയ്ത ഓർമ്മയുണ്ട്. 2016 പ്രധാന വേദി പുത്തരിക്കണ്ടമായിരുന്നു. പുത്തരിക്കണ്ടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി എന്നതേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ചെറിയ പ്രായത്തിലെ ജോലി ചെയ്ത് തുടങ്ങിയ കുഞ്ഞെ, അതാണ് അല്ലേ? 2016 കുറച്ചുകൂടി വൈബ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി. എനിക്കന്ന് 19 വയസ്സോ അത്ര, അങ്ങനെ 19-18 വയസ്സ്. എന്തായാലും വലിയ തരത്തിലുള്ള ആഘോഷം എല്ലാ കലോത്സവങ്ങളിലും വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ആഘോഷം കുറവെന്നുള്ള പരാതിയൊക്കെ ഉണ്ടായി വരുന്നതാണ്. പക്ഷെ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആഘോഷം തിരുവനന്തപുരത്ത് എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.